ഹലോ നമസ്കാരം. കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ, ഇത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി. അപ്പോൾ നമ്മളിന്നൊരു ഹൈടെക് കോഴിക്കൂടും കാടക്കൂടും കേട്ടോ പരിചയപ്പെടുത്തുന്നത്. രണ്ട് കൂടും ഒരേ സ്റ്റെപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ കോഴിക്കൂടും തൊട്ട മേലത്തെ സ്റ്റെപ്പിൽ കാടക്കൂടും. അപ്പോൾ രണ്ട് സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിയിൽ നമുക്കൊരു 10-20 കോഴി നിൽക്കുന്നതും മുട്ടക്കോഴി നിൽക്കുന്നതും അതിൻ്റെ തൊട്ട മേലെ ഒരു 10-80 കാട നിൽക്കുന്നതും കൂടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ്. ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ മതിലകത്തേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള കൂടാണ്. അവരെ പറമ്പിൽ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6.2 സൈസ് കേട്ടോ. കോഴിക്കൂടിൻ്റെ സൈസ് മേലെ അതിന് തന്നെ 6.2 തന്നെ കാടക്കൂടും. പിന്നെ വേണ്ട വേസ്റ്റ് ട്രേ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രേ ഉണ്ട്. പിന്നെ തീറ്റയ്ക്കും വെള്ളത്തിനും ഉള്ള സംവിധാനമൊക്കെ ഉണ്ട്. മേലെ നീപ്പിൾ സിസ്റ്റം ഉണ്ട്. ഈ വെള്ളം നമുക്ക് വെള്ളമടിച്ച് കഴുകാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഡ്രോപ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു കണക്ഷൻ കൊടുത്ത് ഒരു തെങ്ങിനടക്കിലേക്ക് വിട്ടാൽ നമുക്ക് ഡെയിലി വെള്ളമടിച്ച് കഴുകാം. പിന്നെ ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ മെഷ് കൊടുത്തിട്ടുണ്ട്. കോഴിക്കൂട്ടിനുണ്ട് പ്രൊട്ടക്ഷൻ മെഷ്. പിന്നെ ഇത് ഒന്നിക്കര മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മേലെ അരക്കര മെഷ് കേട്ടോ. കാടക്കൂട് നമ്മൾ അരക്കര കൊടുത്തുള്ളത്. അടിയിൽ നമ്മൾ കോഴിക്കൊക്കെ ഒന്നിക്കര മെഷാണ്. പിന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ മെഷ് ഒന്നിക്കൊന്ന്. അപ്പം മറ്റുള്ള ജീവികളെ ശല്യം ഉണ്ടാവില്ല. നമുക്കിത് പറമ്പിൽ എവിടെയാണെങ്കിൽ കൊണ്ടേക്കാം. 3 അടി കാലുയരുണ്ട്. ഫസ്റ്റത്തെ കൂടിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 3 അടി, കഷ്ടി 3 അടി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കൂടിൻ്റെ നമുക്ക് അതിൻ്റെ മേലേക്ക് ഒരു അടി ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് കൂടിലും നമുക്ക് തീറ്റപ്പാത്രം ഉണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ മുട്ടറുണ്ട്, അടിയിലേക്ക് വരും. എല്ലാ സംവിധാനങ്ങളുള്ള കൂടാണ്. പിന്നെ ശീതം അടിക്കാതിരിക്കാൻ വേണ്ടി നല്ല തള്ളു 2 സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിയിലത്തെ വേസ്റ്റ് ഇട്ടാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഫിക്സഡ് ആണെങ്കിൽ മേലത്തെ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. മറ്റേതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് കൂടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തുള്ളത്. രണ്ട് ടൈപ്പ് ചെയ്തുള്ളത്. കാടേനെ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാം, കോഴിയെ നമുക്ക് വെള്ളമടിച്ച് കഴുകാനും പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ആൾ കുറേ നാളെ നമുക്ക് നമ്മളോട് ഇത് വിളിച്ച് അന്വേഷിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് ചെറിയൊരു എന്തോ പറ്റി ആക്സിഡൻ്റ് ആയതെന്തോ പറഞ്ഞു. അപ്പോൾ പിന്നെ ആളത് ഡിലേ വെച്ച് ഇപ്പോൾ രണ്ടാമത് നമുക്ക് വിളിച്ച് ഓർഡർ തന്നതാണ്. അപ്പോൾ അത് അടിപൊളി കൊണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3-4 പീസായിട്ട് നമുക്ക് ഊരാൻ പറ്റും. മേലത്തെ ടോപ്പ് ഊരാം, കാടക്കൂട് സെപ്പറേറ്റ് ഊരെടുക്കാം, കോഴിക്കൂട് സെപ്പറേറ്റ് ഊരെടുക്കാം, അതിൻ്റെ വേസ്റ്റ് ട്രേയുടെ ഭാഗം സെപ്പറേറ്റ് ഊരെടുക്കാം. അപ്പോൾ അങ്ങനെ പീസായിട്ട് നമുക്ക് കൊണ്ട് സെറ്റ് ചെയ്യാം. കാരണം നമുക്ക് എവിടേക്ക് വേണമെങ്കിലും വീടിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവയ്ക്കാം. ചില വീട്ടിലൊക്കെ നമുക്ക് കയറി ചെന്നാൽ ബാക്കിലേക്ക് പോകാനുള്ള വഴി വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒക്കെ പീസായിട്ട് കൊണ്ട് സെറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരെ വീട്ടിൽ പോയി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനും ഭേദം നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എല്ലാ കൂടും ഇതുപോലെ പീസായിട്ട് സെറ്റ് ചെയ്യുള്ളൂ. നമുക്കിപ്പോൾ ഓൾ കേരള നമ്മളിത് പാർസൽ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരളമല്ല, തമിഴ്നാട്ടിലേക്കും ബാംഗ്ലൂർക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് വിടാറുണ്ട്. ലോങ്ങിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും റിസ്ക് കുറച്ച് കുറയ്ക്കും. ഇത് വേറെ ഒന്നല്ല, ഇത് കറക്റ്റ് സേഫായി അവിടെ എത്തണ്ടേ. നായക്കൂടൊക്കെ നമ്മളെല്ലാം എല്ലായിടത്തേക്കും ഉണ്ട്. ഓൾ ഇന്ത്യ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ട വേസ്റ്റ് ട്രേ നമുക്ക് ക്ലീൻ ആക്കണ്ട, എന്താ സുഖമായിട്ട് ക്ലീൻ ചെയ്യാം. നമുക്ക് വെള്ളമടിച്ച് കഴുകാം. അതിൻ്റെ വൈപ്പർ ഉണ്ട്. അപ്പോൾ വൈപ്പർ വെച്ച് നമുക്ക് വലിച്ച് ക്ലീൻ ആക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ ആ ഡ്രോപ്പറിൻ്റെ അവിടെ നമുക്കൊരു കണക്ഷൻ കൊടുത്തിട്ട് തെങ്ങിൻ്റെ ഇടയ്ക്ക് കൊടുത്താൽ നമുക്ക് ക്ലീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒന്നും ഇത് നമുക്ക് പുറത്ത് ധൈര്യമായിട്ട് കൊണ്ടുവയ്ക്കാം. മറ്റുള്ള ജീവികളൊരു ശല്യം ഉണ്ടാവില്ല. കൂടുതൽ ഹൈറ്റുള്ള കാരണം നായ്ക്കളായാലും മറ്റുള്ള ജീവികളൊന്നും ഒന്ന് നോക്കിക്കാനേ പറ്റുള്ളൂ. പിന്നെ അടിയിൽ പ്രൊട്ടക്ഷൻ മെഷർ ഉണ്ട്, അതുകൊണ്ട് മറ്റുള്ള ജീവികളെ ശല്യം ഒന്നും ഉണ്ടാവില്ല. ഇത് പിന്നെ ഒരു ഹാള് പോലെ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിൽ നമുക്ക് കാടനെ പിടിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഡോർ കൊടുത്തിട്ട് ഹാള് പോലെ കൊടുത്തിരിക്കുക. ഇത് പിന്നെ സെൻട്രൽ പാർട്ടീഷൻ ഉണ്ട്. കോഴിക്കോടിന് നമുക്ക് സെൻട്രൽ പാർട്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ കൂടിൻ്റെ വിശേഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ വില വരുന്നത് നമുക്ക് 2 കൂടിനും കൂടിയിട്ട് നമുക്ക് 24 രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ. ഒരു 80 കാടിൽ നിൽക്കും, 20 കോഴി നിൽക്കും. ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. നമ്മൾ ഓൾ കേരള നമ്മളിത് ഡെലിവറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പരമാവധി ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.